Hello dear students, today we are discussing about history of social work in UK. It is one of the important topic in Introduction to Social Work paper. സാധാരണയായിട്ട് essay സെക്ഷനിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, യു കെയിലെ സോഷ്യൽ വർക്ക് ഹിസ്റ്ററിയെ നമ്മൾ പല കാലഘട്ടങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സ്റ്റേജ് ആണ്. 1200 AD മുൻപ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു പ്രിമിറ്റീവ് സ്റ്റേജിൽ യു കെയിൽ സോഷ്യൽ വർക്കിനോ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിനോ യാതൊരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ യാതൊരു റെലവൻസോ ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രിമിറ്റീവ് സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു ശാപം കൊണ്ടായിരിക്കും, ദൈവശാപം കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വഴി മാത്രമാണുള്ളത്. ഇപ്പോൾ സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ദൈവം ശപിച്ചിട്ടാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കോപ്പിംഗ് മെത്തേഡ്സ്, കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള യാതൊരുവിധ ആക്ടിവിറ്റീസും ഈ ഒരു പ്രിമിറ്റീവ് സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിമിറ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താ, ഗോഡിനാണ് ഇമ്പോർട്ടൻസ്, ദൈവം ശപിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു ടൈം പീരീഡായിരുന്നു ഈ ഒരു പ്രിമിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് യു കെയിലെ സോഷ്യൽ വർക്ക് ഹിസ്റ്ററിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാലഘട്ടം ക്രിസ്ത്യൻ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. 1200 മുതൽ 1500 AD വരെയുള്ള കാലഘട്ടമാണ് ക്രിസ്ത്യൻ പീരീഡ് എന്ന് യു കെയിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ക്രിസ്ത്യൻ പീരീഡിൽ ഒരുപാട് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് യു കെയിൽ നടന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷനറീസ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ക്രിസ്ത്യൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. ക്രിസ്ത്യൻ മിഷനറീസ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, അതായത് സ്കൂൾസുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ഏജ് ആയിട്ടുള്ളവരെ ശുശ്രൂഷിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു മിഷനറീസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ചാരിറ്റി വർക്കുകൾ അവരുടെ ഈ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ ഇവരെല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ചാരിറ്റി വർക്കിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം പീരീഡിൽ, ഈ ഒരു 1200 മുതൽ 1500 വരെയുള്ളൊരു ടൈം പീരീഡിൽ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസും സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ പാരിഷിൻ്റെ അണ്ടറിലായിരുന്നു. ഈ ഒരു ക്രിസ്ത്യൻ പീരീഡിലാണ് യു കെയിൽ ഏറ്റവും കൂടുതൽ സ്കൂൾസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, സോഷ്യൽ വെൽഫെയർ ഏജൻസീസ് ഇതെല്ലാം തന്നെ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 2 കാലഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1500 AD മുതൽ 1600 AD വരെയുള്ള സമയമാണ്. ഇതറിയപ്പെടുന്നത് ഇൻ്റർവെൻഷൻസ് ഓഫ് മൊണാർക്ക് എന്നാണ് ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ വിളിക്കുന്നത്. അതായത് മൊണാർക്കിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു യു കെയിൽ പല ഇൻ്റർവെൻഷൻസും നടന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യു കെയിലുള്ള ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ചർച്ചിനെയെല്ലാം തന്നെ യു കെ ഗവൺമെൻറ് നാഷണലൈസ്ഡ് ചെയ്തു. ഇതിന് തൊട്ട് മുൻപുള്ള ക്രിസ്ത്യൻ പീരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് എല്ലാ വെൽഫെയർ ആക്ടിവിറ്റീസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള സ്റ്റെപ്പാണ് ഈ എല്ലാ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നാഷണലൈസ്ഡ് ചെയ്തു. Charity institutions and churches were nationalized by the government, and people who are unable to work and poor were maintained by these institutions. അതായത് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, പല ഡിസീസ് ഉള്ളതുകൊണ്ടും ക്രോണിക് ഇൽനെസ് ഉള്ളതുകൊണ്ടൊക്കെ, അങ്ങനെയുള്ളവരെയും പുവർ ആയിട്ടുള്ള ആൾക്കാരെയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഡ്യൂറിങ് ഇൻ്റർവെൻഷൻസ് ഓഫ് മൊണാർക്ക് പീരീഡ് ഈസ് ചർച്ചസ് ആൻഡ് ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർ നാഷണലൈസ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ മോഡേൺ പീരീഡാണ്. പ്രീ മോഡേൺ പീരീഡ് വരുന്നത് 1600 മുതൽ 1800 AD വരെയുള്ളൊരു സമയത്താണ്. ഇതാണ് യു കെയിലെ സോഷ്യൽ വർക്ക് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്താണ് എലിസബത്തൻ പൂവർ ലോ വരുന്നത്. എലിസബത്തൻ പൂവർ ലോ ആണ് ആദ്യത്തെ സോഷ്യൽ ലെജിസ്ലേഷൻ എന്നറിയപ്പെടുന്നത്. 1601 എലിസബത്തൻ പൂവർ ലോ വരുന്നത്. ഈ ഒരു ലോ വന്നതിന് ശേഷം അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ടു ദ പുവർ പീപ്പിൾ ഹൂ വർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. അതായത് യു കെയിൽ ജനിച്ച് വളർന്നിട്ടുള്ള അവിടുത്തെ റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് റെസിഡൻസ് കിട്ടില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് എങ്കിലും യു കെയിൽ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സർവീസുകൾ കിട്ടുന്നത്. ഇതാണ് എലിസബത്തൻ പൂവർ ലോയിൽ പറയുന്ന ഒന്നാമത്തെ പ്രൊവിഷൻ. Then the second point is relatives. If there is an earning member in a family of the destitute, then he or she is not eligible for any social service because it is the duty of the relative to take care of him or her. അതായത് ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവരുടെ ഫാമിലിയിൽ ഒരു ഏർണിംഗ് മെമ്പർ എങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു സോഷ്യൽ സർവീസുകളും കിട്ടില്ല. ആ റിലേറ്റീവിൻ്റെ, അതായത് ആ ഏർണിംഗ് മെമ്പർ ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ ഡ്യൂട്ടിയാണ് ഈ ഒരു ഡെസ്റ്റിറ്റ്യൂട്ടിന് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇതും എലിസബത്തൻ പൂവർ ലോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എലിസബത്തൻ പൂവർ ലോയിൽ മൂന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം ഏബിൾ ബോഡീഡ് ഹോംസ് ആണ്. ഈ ഒരു പ്രൊവിഷനിൽ പറയുന്നത് ചില ആൾക്കാർ ഫിസിക്കലി ഏബിൾ ആണെങ്കിലും അവർ ബെഗ്ഗിങ് ചെയ്യാറുണ്ട്. അതായത് ബെഗ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും, അപ്പോൾ ആ പൈസക്ക് ജീവിക്കുക, പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഫിസിക്കലി ഏബിൾ ആണെങ്കിലും അവർ ബെഗ്ഗിങ് ഒരു ഓപ്ഷനായിട്ട് സ്വീകരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏബിൾ ബോഡീഡ് ഹോംസ് അല്ലെങ്കിൽ വർക്ക് ഹോംസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ അവർക്ക് ചെറിയ ചെറിയ വർക്ക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ, ഫിസിക്കലി ഏബിൾ ആണ് പക്ഷേ അവർ ബെഗ്ഗിങ് ഒരു ഓപ്ഷനായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏബിൾ ബോഡീഡ് ഹോംസ് അല്ലെങ്കിൽ വർക്ക് ഹോംസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ചെറിയ വർക്ക്സും അതിന് അവർക്കൊരു റെമ്യൂണറേഷനും കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ഏബിൾ ബോഡീഡ് ഹോംസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രീ മോഡേൺ പീരീഡ്, അതായത് നമ്മളുടെ എലിസബത്തൻ പൂവർ ലോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈം പീരീഡിൽ യു കെയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. യു കെയിലെ സോഷ്യൽ വർക്ക് ഹിസ്റ്ററിയിലെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മോഡേൺ പീരീഡാണ്. മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് 1800 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു മോഡേൺ പീരീഡിൽ യു കെയിൽ ഒരുപാട് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് തിയറീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള തിയറീസിൻ്റെയൊക്കെ ബേസിലാണ് പിന്നീട് യു കെയിൽ സോഷ്യൽ വർക്കും സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. മോഡേൺ പീരീഡിൽ യു കെയിൽ ഉണ്ടായിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. ഫസ്റ്റ് വൺ ഈസ് ആഡം സ്മിത്ത് തിയറി, സെക്കൻഡ് വൺ ഈസ് മാൽത്തൂസിയൻ തിയറി. ഈ 2 തിയറീസുമാണ് യു കെയിലെ സോഷ്യൽ വർക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് ആഡം സ്മിത്ത് തിയറിയാണ്. ആഡം സ്മിത്ത് തിയറിയിൽ പറയുന്നത് ദ ഗവൺമെൻറ് ഷുഡ് മിനിമൈസ് ഇറ്റ്സ് ഇൻവോൾവ്മെൻറ്റ് ഇൻ എനി ഫീൽഡ്. അതായത് ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങളും സർവീസുകളും കൊടുക്കുന്നത് കുറക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഒരുപാട് സർവീസുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഫുഡ് കൊടുക്കുകയാണ്, ക്ലോത്ത് കൊടുക്കുകയാണ്, ഷെൽട്ടർ കൊടുക്കുകയാണ്, ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ഒരിക്കലും സ്വന്തമായിട്ടൊരു കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുകയോ ജോലി ചെയ്യുകയോ ചെയ്യില്ല. അവരെല്ലാ കാലത്തിനും ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം ഈ ഒരു ആഡം സ്മിത്ത് തിയറിയിൽ പറയുന്നത് ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഇൻവോൾവ്മെൻറ്റുകൾ കുറക്കണം, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാവുമെന്നാണ് ഈ ഒരു ആഡം സ്മിത്ത് തിയറിയിൽ പറയുന്നത്. രണ്ടാമത്തെ തിയറി മാൽത്തൂസിയൻ തിയറിയാണ്. മാൽത്തൂസിയൻ തിയറിയിൽ പറയുന്നത് ഗവൺമെൻറ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയുക, കുറേ കുട്ടികൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, ഫ്രീ ഫുഡ്, പിന്നെ ഫ്രീ താമസം, ഫ്രീ ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നു, പിന്നെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കാനുള്ള ഡിസയർ കൂടും. അവർ മറ്റുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ചാരിറ്റി വർക്കുകൾ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഈ ഒരു മാൽത്തൂസിയൻ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മളുടെ മോഡേൺ പീരീഡിൽ യു കെയിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ആഡം സ്മിത്ത് തിയറി, 2 മാൽത്തൂസിയൻ തിയറി. ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ യു കെയിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി, COS എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ്. COS 1869 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. COS അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി വഴി യു കെയിൽ നടക്കുന്ന ചാരിറ്റബിൾ എഫേർട്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുക,
അതുപോലെ തന്നെ പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അപ്രോച്ചുകളൊക്കെ ഒരു സയൻറ്റിഫിക് രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് COS വഴി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു COS ആണ് കേസ് വർക്ക് എന്നുള്ള മെത്തേഡ് കൂടുതലും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1880 ആയ സമയത്ത് സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ് വഴി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സർവീസുകൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ലീഗൽ എയ്ഡ്, അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസിനൊക്കെ അഡ്രസ്സ് ചെയ്യുക, അതുവഴി സോഷ്യൽ റിഫോംസ് കൊണ്ടുവരിക, സോഷ്യൽ ആക്ടിവിസം കണ്ടക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റിൽ നടന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു മോഡേൺ പീരീഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മെയിനായിട്ടും COSഉം സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റും ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ UK പോസ്റ്റ് മോഡേൺ പീരീഡാണ്. പോസ്റ്റ് മോഡേൺ പീരീഡ് എന്ന് പറയുമ്പം ലേറ്റ് 20th സെഞ്ച്വറിയാണ് പോസ്റ്റ് മോഡേൺ പീരീഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ വളണ്ടറി എഫേർട്സുകളും എല്ലാ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആക്ടിവിറ്റീസും തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, ഗവൺമെൻറ് കൺട്രോളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറായിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ ഒരു ത്രൂ കരിയറിൽ കൂടെ പോയാൽ മാത്രമാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് UK പോസ്റ്റ് മോഡേൺ പീരീഡിൽ സോഷ്യൽ വർക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് UK സോഷ്യൽ വർക്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം.